നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിരിക്കുന്ന ഒരു പോസ്റ്റുണ്ട്. സംസ്ഥാനത്ത് യൂബറും ഓലയുമൊക്കെ നിയമവിരുദ്ധമാണ്, അത് നിരോധിക്കുമെന്ന നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞുവെന്നും പറഞ്ഞുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലാവുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ വേണോ ഗണേഷ് കുമാറെ? ഇവിടെ കോടതി ഉത്തരവുണ്ട്, സുപ്രീം കോടതി ഉത്തരവുണ്ട്. താങ്കൾ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത അഭ്യസ്ത വിദ്യരാണ് ഇന്ന് യൂബറും ഓലയും ഒക്കെ ആ കമ്പനികളുടെ സഹായത്തോടെ വണ്ടി ഓടിച്ച് ജീവിക്കുന്നത്. താങ്കളുടെ മണ്ഡലത്തിലും താങ്കളുടെ നാട്ടിലും താങ്കളുടെ ജന്മദേശത്തുമൊക്കെ ഈ കമ്പനികളുടെ സഹായത്താൽ വണ്ടി ഓടിച്ച് ജീവിച്ച് അടുപ്പിൽ തീ പുകയുന്ന കുടുംബങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ അത് പറഞ്ഞത് എന്നറിയില്ല. അങ്ങേക്ക് എന്തോ വെളിവില്ലേ? അങ്ങും ഈ ഊബറൊക്കെ വിളിച്ച് യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ, കേരളം വിട്ട് പോകുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ യൂബറൊക്കെ വിളിച്ച് യാത്ര ചെയ്തിട്ടില്ലേ? എന്താണ് അവർക്കൊരു തടസ്സം? എന്താണ് അവർക്കൊരു കുഴപ്പം? എത്രയോ ചെറുപ്പക്കാരാണ് ഈ കമ്പനിയുടെ സഹായത്തോടെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ എന്തും വായി തോന്നുന്നതെല്ലാം പറഞ്ഞ് ആളാകാൻ ശ്രമിക്കരുത്. അത് ഗുണത്തിലേറെ ദോഷം വരും. അങ്ങേക്ക് ജന്മനാ ഉള്ള ഒരു സ്വഭാവമാണ് 10 ആളിനെ കാണുമ്പോഴും മൈക്ക് കാണുമ്പോഴും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകുന്നത്, പരിസരം മറന്ന് വിളിച്ചു പോകും. ഇതൊക്കെ ശരിക്കും ആലോചിച്ചിട്ടാണോ താങ്കൾ ഇത് പറഞ്ഞത്? താങ്കൾ ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടുണ്ടോ? വൻകിട കമ്പനികളാണ് ഓലയും യൂബറും ഒക്കെ. അവരുടെ മുന്നിൽ താങ്കൾക്ക് പിടിച്ചേക്കാൻ പറ്റുമോ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അവരെ നിരോധിച്ചതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കില്ല, കമ്പനിക്കാർക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ സംഭവിക്കുന്നത് ഇവിടുത്തെ അഭ്യസ്ത വിദ്യരായ അനേകം ചെറുപ്പക്കാർക്കാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ജീവിക്കുന്ന അനേകം ഡ്രൈവർമാർക്കും സ്വന്തമായി വണ്ടിയുള്ളവരുമാണ്. താങ്കൾ ഗതാഗത മന്ത്രിയായിട്ട് ഇപ്പോൾ ഗതാഗത മന്ത്രിയായിട്ടാണ്ട് 1.5 വർഷമായതേ ഉള്ളൂ. ഇനി 6 മാസം കൂടെ ഉണ്ട് അങ്ങേക്ക്. ഇപ്പോൾ അങ്ങ് ശരിയാക്കി കളയാം എന്ന് വിചാരിക്കരുത്. എല്ലാം ശരിയാവും എന്ന മുദ്രാവാക്യം കൊണ്ടാണ് LDF വരും, എല്ലാം ശരിയാവും എന്ന മുദ്രാവാക്യം കൊണ്ടാണ് അങ്ങ് ജയിച്ചത്, അല്ലേ? അപ്പൊ ഇതൊക്കെ ശരിയാക്കി കളയാം എന്നുള്ളൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. അങ്ങേക്കെതിരെ തെരുവിലിറങ്ങുന്നത് 1-2 പേരല്ല. ഈ കമ്പനി കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്ന അനേകരുണ്ട്, അനേകം കുടുംബങ്ങളുണ്ട്. അവരുടെ കഞ്ഞി പാറ്റിയിടരുത്, അവരെ അത്താഴപ്പട്ടിണിക്കാരാക്കരുത്. ഒരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട് അങ്ങേക്ക്. അങ്ങയുടെ വഴി അങ്ങ് തന്നെ മുടക്കരുത്. എനിക്കത്രേ പറയാനുള്ളൂ. ഒന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം. ബാക്കിയെല്ലാം അങ്ങയുടെ ഇഷ്ടം. അങ്ങ് മന്ത്രിയാണ്, അങ്ങ് MLA ആണ്, അങ്ങേക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള നിയമങ്ങളും ഈ രാജ്യത്തുണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങ് വിചാരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കാം. പക്ഷേ അത് ഈ പാവപ്പെട്ട കുടുംബങ്ങളുടെ ആ കുടുംബങ്ങളെ അത്താഴപ്പട്ടിണിയിലാക്കിക്കൊണ്ട് ആകരുത് എന്ന് മാത്രം. ഇതൊന്നും അത്ര നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ബഹുമാനപ്പെട്ട മന്ത്രി KB ഗണേഷ് കുമാറെ,
അങ്ങക്ക് ഇനി എന്നാ ഈ വെളിവും വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടാവുന്നത്? അങ്ങ് ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റ ശേഷം എന്തെല്ലാം വിടുവായുത്തരങ്ങളാണ് അങ്ങ് വിളിച്ചു കൂവിയിട്ടുള്ളത്? അങ്ങ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തെല്ലാം പട്ടിഷോകളാണ് അങ്ങ് കാണിക്കുന്നത്? ഇതിനൊക്കെ ജനം ഒരു നാളിൽ മറുപടി തരും. അത് അങ്ങക്ക് താങ്ങാനുള്ള ശക്തി ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഏതായാലും അങ്ങ് മുൻപോട്ട് വെച്ച കാല് പുറകോട്ട് വയ്ക്കേണ്ട, മുന്നോട്ട് തന്നെ പോകൂ. വരും വരായികൾ അങ്ങ് തന്നെ സഹിച്ചാൽ മതി.